ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ അല്പമായിട്ട് പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം ഞാൻ പൂർണ്ണമായി വായിക്കുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ഈ വാക്യത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നത്. 2-3 അധ്യായങ്ങളിലെ ഭൂമിയിലുള്ള 7 സഭകളിൽ നടന്ന വിവരണമാണ് നാം കണ്ടത്. എന്നാൽ 4-ാം അധ്യായത്തിൽ ഭൂമിയിൽ നിന്ന് ഉള്ള രംഗത്തിന് തിരശ്ശീല വീഴുകയും പ്രദർശനം സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. അനന്തരം എന്നതിന് മെറ്റ ടുവാട്ട എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുൻപ് സംഭവിച്ച വസ്തുക്കൾക്ക് തൊട്ട് പിന്നിൽ എന്ന അർത്ഥമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിശുദ്ധിയിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗത്തിലെ നിഗൂഢതയിലേക്കുള്ള ഒരു വാതിലാണ് ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠനത്തിന് വിധേയമാക്കുമ്പോൾ 3 ഭാഗത്ത് വാതിലുകൾ എന്ന പദം കൊടുത്തിട്ടുണ്ട്. 1. വെളിപ്പാട് പുസ്തകം 3:8 അവസരമാകുന്ന വാതിൽ. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. 2. വെളിപ്പാട് പുസ്തകം 3:20 മനുഷ്യ ഹൃദയമാകുന്ന വാതിൽ. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. 3-ാമത്തത് വെളിപ്പാട് പുസ്തകം 4:1 വെളിപ്പാടുകൾക്കായി സ്വർഗത്തിലെ വാതിൽ തുറന്നിരിക്കുന്നു. ഇങ്ങനെ 3 ഭാഗത്ത് വെളിപ്പാട് പുസ്തകത്തിൽ വാതിലുകളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തിനാണ് സ്വർഗം തുറന്നത്? സ്വർഗം തുറന്ന് കണ്ടത് ആരൊക്കെ? ഈ വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് നാളെയുമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ സ്വർഗം തുറന്ന് കണ്ടത് ആരൊക്കെ എന്നുള്ളത് ഇന്ന് നമുക്ക് ചിന്തിക്കാം. അതിനുശേഷം കാഹളനാദത്തെക്കുറിച്ചും എന്തിനാണ് സ്വർഗം തുറന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നാളെ നമുക്ക് പഠനത്തിൽ വിധേയമാക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗം തുറന്ന് കണ്ടത് ആരൊക്കെ. 1. സ്വർഗീയ ദർശനങ്ങൾ കാണാൻ എഗസ്കേലിന് സ്വർഗം തുറന്നു. എഗസ്കേൽ 1:1. എഗസ്കേലിൻ്റെ പ്രവചന ശുശ്രൂഷയുടെ ആരംഭം ദിവ്യ ദർശനങ്ങളോടെയായിരുന്നു. ബാബിലോണിലെ കേബാർ നദീതീരത്ത് വെച്ചാണ് ഈ ദർശനം ഉണ്ടായത്. ദർശനങ്ങൾ ലഭിച്ച സ്ഥലം വിഗ്രഹങ്ങൾ അനവധിയായിട്ടുള്ള സ്ഥലമാണ്, പാപങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. എന്നാൽ ഒരു ദൈവവൈദ്യന് എവിടെ വെച്ചും ദൈവവുമായിട്ട് ബന്ധപ്പെടാം എന്നതിൻ്റെ വ്യക്തമായ ശക്തമായ തെളിവാണ് എഗസ്കേൽ 1:1 നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്. 2. വെളിപ്പാട് പുസ്തകം 4:1 യോഹന്നാൻ സ്വർഗീയ ദർശനങ്ങൾ കാണുന്നു. പാറക്കെട്ടുകളുള്ള സ്ഥലം, തലയോട്ടികൾ, കഴുകന്മാർ, വീശിയടിക്കുന്ന തിലമാരകൾ എന്നിവയുടെ ഇടയിൽ യോഹന്നാൻ ആത്മാവിൽ സ്വർഗീയ ദർശനങ്ങൾ പ്രാപിച്ചു. അങ്ങനെ യോഹന്നാന് വേണ്ടി ദൈവം സ്വർഗം തുറക്കുന്നതാണ് കാണുന്നത്. 3-ാമതായി സ്വർഗം തുറന്ന് കണ്ടത് മത്തായി സുവിശേഷം 3:16-17 വാക്യങ്ങളാണ്. സ്നാനവേളയിൽ, യേശുക്രിസ്തുവിൻ്റെ സ്നാനവേളയിൽ. യേശുവിനെ ലോകക്കാർ തച്ചൻ്റെ മകൻ, മറിയത്തിൻ്റെ മകൻ, ചിലർ ഇരമ്യാവെന്നും മറ്റു ചിലർ യെശയ്യാവെന്നും ദാവീദിൻ്റെ പുത്രനെന്നും സ്നാപയോഹന്നാനാണ് അല്ലെങ്കിൽ കേവല ഒരു മനുഷ്യനാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ വിളിക്കുമ്പോൾ യേശുക്രിസ്തു സ്നാനം ഏൽക്കുവാനായി യോർദാനിൽ കടന്നു വന്നു. സ്നാനമേറ്റ ഉടനെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി. സ്വർഗത്തിലെ പിതാവ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദം കേട്ടു. 4. അപ്പോസ്തല പ്രവർത്തികൾ 7:56 വാക്യം കല്ലേറുകളുടെ നടുവിൽ സ്തെഫാനോസ് സ്വർഗം തുറന്നതായിട്ട് കാണിയും. സത്യസുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് യഹൂദന്മാർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. സാക്ഷികളാണ് ആദ്യം കല്ലെറിയേണ്ടത്. അപ്പോസ്തല പ്രവർത്തികൾ 17:7 അതിനുവേണ്ടി അവർ അവരുടെ മേലങ്കി ഊരി ശൗലിൻ്റെ കാൽക്കൽ വെച്ചു. അവർ കോപം കൊണ്ട് നിറഞ്ഞ് കല്ലുകൊണ്ട് എറിഞ്ഞ് ആ കല്ലുകൾ തൻ്റെ ശരീരത്ത് പതിക്കുമ്പോഴും താൻ മുട്ടുകുത്തി, പിതാവേ, ഇവരുടെ മേലെ ഈ പാപം നിർത്തരുത് എന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ സ്വർഗം തുറക്കുന്നതായിട്ട് തൻ്റെ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് സ്തെഫാനോസിന് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നു എന്ന നിരവധി വാക്യങ്ങൾ തിരുവചനത്തിലുണ്ട്. എന്നാൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നതായിട്ട് കാണുന്നത് സ്തെഫാനോസിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാനാകുന്നു എന്ന് നമുക്ക് കാണുന്നു. അടുത്തത് 5. അപ്പോസ്തല പ്രവർത്തികൾ 10:11 പത്രോസ്. സുവിശേഷം യഹൂദന്മാർക്ക് മാത്രം എന്ന് കരുതി ഒരുപറ്റം ജനം മുന്നോട്ട് പോകുമ്പോൾ ആ കൂട്ടത്തിലുള്ള പത്രോസ് സ്വർഗം തുറന്ന് തുപ്പട്ടി പോലെയുള്ള ഒരു പാത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. അതിൽ ഭൂമിയിലെ സകല വിധ നാൽക്കാലിയും ഏഴുജാതികളും പർവ്വജാതിയുമുണ്ട്. സ്വർഗം സകല മനുഷ്യർക്കും ഉള്ളതാണ് എന്ന വ്യക്തമായ ദർശനമാണ് ഇവിടെ പത്രോസിന് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഇങ്ങനെ സ്വർഗം തുറന്ന് 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. നാളെ നമുക്ക് കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അവിടെ നിന്ന് സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.